തന്നെയാണ് തോന്നുന്നു വീട് അല്ലേ? മേതുട്ടിക്ക പറഞ്ഞ വീട് ഇങ്ങനത്തെ ഒരു തന്നെ പറഞ്ഞു. അതന്നെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മൊയ്തുട്ടി പറഞ്ഞ് അതെ. ബരി കാര്യം കതിയേ കാ മോനെ ലെറ്റേ മോനെന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? കോഴിക്കച്ചവടം. എന്താ എവിടെ സ്ഥലം? എവിടെ സ്ഥലം? ഇവിടെ പാലപ്പെട്ടി. അവിടെ തന്നെ കട? അവിടെ തന്നെ കട അവിടെ തന്നെ. അങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ പോകണം? കച്ചവടം കുഴപ്പമില്ല. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടില് ഉപ്പ, ഉമ്മ, പെങ്ങള്. പെങ്ങള് കല്യാണം കഴിഞ്ഞില്ല അല്ലെ? പെങ്ങള് കല്യാണം കഴിഞ്ഞില്ല. ശരി. നിങ്ങള്? ഞാൻ ഇവിടെ ഒരു ഫാം നടത്തുക. അതാ നിങ്ങള് ആങ്ങളെ? അതെ അതെ ആങ്ങളെ. പിന്നെ ഉമ്മ. അതെ. പിന്നെ മൊയ്തുട്ടി കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ടമാണ്. അതെ അതെ. ആദ്യത്തില് അത്ര സുഖമുള്ളൊരു ബന്ധമായിരുന്നില്ല. പിന്നെ ജാസ്മിൻ തന്നെ വേണ്ടാന്ന് വെച്ചാ ഓളായിട്ട് തന്നെ ഉണ്ടാക്കിയത്. വേണ്ടാന്ന് വെച്ചതാണ്. ചെക്കൻ നമുക്ക് പറ്റാത്തൊരു സെറ്റപ്പ് ആയിരുന്നു. എല്ലാം മൊയ്തുട്ടിക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ല എല്ലാം നമ്മള് പരസ്പരം അറിയണല്ലോ. ആള് എന്താ നിങ്ങളെന്താ പരിപാടി? മൂപ്പര കാര്യം തന്നെ ഇപ്പൊ പറഞ്ഞു. ഓന്റെ കാര്യം തന്നെ പറഞ്ഞു. എങ്ങനെ? ഓന്റെ കാര്യം തന്നെ പറഞ്ഞു. ഓനാണ് ചെക്കൻ. ശരി. ഇയാളാണ് ചെക്കൻ. ജാസ്മിൻ കോഴിക്കട വീട്ടിലുമ്മ അനിയത്തി കല്യാണം കൂടി കഴിഞ്ഞാൽ നാണൊന്നും വേണ്ട, ചോദിച്ചോ. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലും ഒന്ന് ചോദിക്കണെങ്കിൽ നേരിട്ട് അൽമീൻസ് ഇവിടെ പുറത്തൊക്കെ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ. എന്നാ പിന്നെ വളാത്തിക്ക് പോയിക്കോട്ടെ. എന്നാ ഞങ്ങള് ഇറങ്ങട്ടെ. അങ്ങനെ ആവട്ടെ. നോക്കണം. ഉമ്മ പോട്ടെ. എന്തപ്പോ നിങ്ങക്ക് കണ്ടില്ലേ? ഉമ്മക്ക് എന്താ തോന്നി? ഒരു കോലില്ലാതെ ഒരു ഉയരമില്ല, ഒരു പുറക്കാട്ടന്മാര് ഇത്ര എളുപ്പത്തിലൊരു സാധനം. കുഴപ്പമില്ല. ഓന്റെ ആ വലിയ വായലുള്ള വർത്താനൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഓനാ ചക്കെന്ന്. നിങ്ങളെ ആ മൊയ്തുട്ടിക്കാക്ക് വിളിച്ചു പറഞ്ഞാല് അത് നടക്കൂല. വെറുതെ ഒരു തമ്മിൽ കണ്ട ഒരു ചേർച്ചല്ല, അതാണ്. വെറുതെ ആവശ്യമില്ല. മേതുട്ടിക്കാക്ക് വിളിച്ചു പറയണ്ട. എനിക്ക് ഈ ബന്ധം ഇഷ്ടായി. അയ്യയ്യേ, എനിക്കൊരു അളിയെന്ന് പറയാൻ ഒരു നാണക്കടല്ലേ നിങ്ങൾ രണ്ടാളും? മുമ്പൊരു നിങ്ങളെ മാന്യതക്ക് അനുസരിച്ചിട്ട് ഒരു അളിയൻ ഉണ്ടാക്കി തന്നല്ലോ. എന്തായിരുന്നു അന്ന് നിങ്ങൾ വിചാരിക്കണ വെണ്ണക്കട്ടറ കളറും നീളും വെലുപ്പും പറ്റിയ ജോലിയും? എന്നിട്ടോ എന്തുണ്ടായത്? ഇതിപ്പോ ചക്കയല്ല ചൂ നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ നോക്കാൻ വേണ്ടിട്ട്. ഇതെന്തായാലും നിങ്ങൾ തമ്മിലൊരു ചേർച്ചല്ല കണ്ടാല്. അതിന്റെ അത്ര ഉയരൂല്ല അയാൾ. അങ്ങനെ എനിക്ക് കണ്ടപ്പോ തോന്നിയല്ലേ? നിങ്ങൾക്ക് റാഹത്തായി തോന്നിയിട്ടില്ലെങ്കിൽ വേണ്ട. എനിക്ക് അയാളെ റാഹത്തായിട്ട് ഇഷ്ടമായിക്കണം. എനിക്കില്ലാത്ത ഭ്രാന്ത് നിങ്ങൾക്ക് ഇല്ല. എടി പെണ്ണ, അനക്ക് ഇനിയും നല്ല കാര്യം വരും. ഇത് രണ്ടാം കെട്ട പറഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ടൊന്നും നിൽക്കേണ്ട കാര്യമൊന്നും വരില്ല. നല്ല കാര്യം ഇനിയും വരും. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നിയാ? ഞാനൊരു 100 വട്ടം പറഞ്ഞതല്ലേ അയാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലേ? അന്ന് ഉമ്മ ഇപ്പി ഇക്കായൊക്കെ ഒപ്പല്ലായിരുന്നു. നിങ്ങളുടെ എന്തുണ്ടായത്? അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകുന്നത്. ഇത് പണക്ക് അങ്ങനെ സംഭവിക്കട്ടെ വെച്ചിട്ട് നമ്മൾ മനഃപൂർവ്വം ചെയ്തോന്നല്ലല്ലോ.
അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി. കല്യാണം നടത്തലൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെ നോക്കിയാലും അത് ചെയ്തു കഴിഞ്ഞാൽ ചിലത് ഫ്ലോപ്പായി പോകും, ചിലത് നന്നാവും. എല്ലാവരുടെയും ജീവിതം ഒരേപോലെ ഉണ്ടാവും. ഇതിപ്പോ ഞങ്ങൾ തന്നെ മനഃപൂർവ്വം കൊണ്ടുപോയിട്ട് കുടിക്കേമാരുണ്ടല്ലോ വർത്താനം കേട്ടിട്ട്. മടിപ്പടി ഇടയിലായി പോയി. ഇല്ലെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി എനിക്ക് അല്ല അല്ല ഈ ശരിക്കും പറഞ്ഞു തന്ന മറുപടി അനക്കറിയില്ലായിരുന്നു ഓനൊരു കള്ളുടിയനാണെന്നുള്ളത്. എനിക്കറിയൊന്നുമില്ല. അനക്കറിയാം അന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഓന്റെ കള്ളുടിയനും പെണ്ണുപിടിയനൊക്കെ ആണെന്നുള്ളത്. നിങ്ങളുടെ ഇനി ഉണ്ടാക്കണ്ട ഇങ്ങോട്ട്. ഞാൻ ഇത്രയും ദിവസം മുണ്ടാതെ കുത്തിരിക്കണതേ ഇതിന്റെ ആങ്ങളായത് കൊണ്ടാ, അനക്കില്ലാത്ത സ്നേഹക്കുള്ളോണ്ടാ. കൊണ്ട് ചോര കുടിക്കലല്ലേ, എങ്ങനെയെങ്കിലും അത് പണ്ടാറടയ്ക്കാൻ മതിയായിരുന്നില്ലേ? ഞാനൊക്കെ അറിയില്ല കള്ളുടിയാനാണ്. കള്ളുടിയാനെ അളിയനാക്കി കൊണ്ടുവരാൻ എനിക്ക് എന്താ പ്രാന്തൊന്നും ഇല്ല. ആയിക്കോട്ടെ, സമ്മതിച്ച്. ഞാൻ എന്റെ അടുത്തേക്ക് വന്നിട്ടൊന്നുമില്ലല്ലോ. ഞാൻ വർത്താനം പറയില്ല. ഞാൻ എന്റെ ഇഷ്ടം പോലെ അത് വേണം ചിങ്ങിച്ചാണ് നടത്തിക്കോ. മുണ്ടാതിരിട്ടാ. ഇത്രയും കാലം ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചല്ലേ. എനിക്ക് പറ്റൂല. ഈ കല്യാണക്കാര് വന്നപ്പോ തന്നെ ഞാൻ അക്കാനെ വിളിച്ച് അന്വേഷിച്ചതാ, മെയ്തിട്ടിക്കാനെ. മൂപ്പരാൾ എന്നോട് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നോ? ഒരു കോഴിക്കടയെന്നാ അതോ മൂപ്പരാൾ കറുത്തിട്ടാണെന്നാ? കറുപ്പുമ്മലും വെളുപ്പുമ്മലൊക്കെയാണ് മനുഷ്യന്മാരെ എഴുതി വെച്ചിരിക്കണത്. അങ്ങനെയാണെങ്കിൽ എനക്കൊന്നും പെണ്ണേ കിട്ടില്ല. എന്റെ മനസ്സ് അത്തരത്തിൽ മോശമാണ്. സ്വന്തം പെങ്ങളോടാണ് ഇത് ചെയ്തത്. ഒരു കള്ളുടി എനിക്ക് എങ്ങനെയെങ്കിലും ബാധ്യത ഒഴിച്ചു തീർത്താ മതിയല്ലേ? ഇതൊക്കെ എന്റെ തോന്നല. അനക്കിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. അനക്ക് അതിന്റെ ഞാൻ എന്റെ തോന്നലോ എന്തോ ആയിക്കോട്ടെ. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ആയിക്കോട്ടെ, ഇത് നടത്തിക്കോ. ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് പൊരുത്തല്ല, താല്പര്യമില്ല. ഞങ്ങൾക്ക് വേണോ ഇത് നടത്തിയരാ. ഇത് മതിയെങ്കിൽ അത് മതി. അല്ല എന്താ ഞാൻ നോക്കണില്ല. ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഞാൻ എന്തായാലും മതി. നിങ്ങൾ നടത്തി തന്നതൊക്കെ പരാജയപ്പെട്ടു പോയില്ലേ? എന്നാ ഇജ്ജ് നടത്തിയിട്ട് വിജയിച്ചൊന്ന് കാണിക്കുക. ആയിക്കോട്ടെ, ന്യായം വെക്കണ്ട. സംഭവം നടത്തിക്ക. അല്ല എന്താ ഇങ്ങനെ ഉണ്ടത് ജീവിതം വെച്ചിട്ടാ കളി എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഞാൻ എന്നെ ഒരു 100 വട്ടം വിളിച്ചു പറഞ്ഞതല്ലേ ഓൻ ഭയങ്കര കുടിയനാണ്. ഓൻ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് വിളിച്ചു പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഇറങ്ങി വന്നാ? ഇല്ലല്ലോ. ആൾക്കാര് പലതും പറയും. ഇപ്പൊ ഇവനെ പറ്റിയിട്ട് ബ്രോക്കർ എന്നോട് നല്ലത് പറഞ്ഞു പറഞ്ഞൊക്കെ ശരിയാവുച്ചിട്ടാ. ആൾക്കാര് പലതും പറയക്കാരോ. എന്റെ മുന്നത്തെ കെട്ടിയോന്റെ കഥ എന്തായിരുന്നു? ഓനെ കുറിച്ചുള്ള കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു? ഒരു ജീവിതമാകുമ്പോ അങ്ങനെ തന്നെയാണ്, അങ്ങനെ അഡ്ജസ്റ്റ് പിടിച്ച് നിന്നോന്ന്. എന്നിട്ട് ഇന്ത്യ തന്നെ ഞാൻ ഇറങ്ങിപ്പോണത്. നിങ്ങൾ കൂടുതലൊന്നും കാര്യത്തിൽ പറയണം. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നടക്കുന്നത് മതി. മോളെ നിർബന്ധിക്കൂല, മോളെ ഇഷ്ടത്തിന് വിടും. മോള് നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുത്തോ. ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ് ഇപ്പൊ. ഇയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഒരു കുഴപ്പമില്ല അയാൾക്ക്. അയാൾക്ക് ഒരു ഇത്തിരി നീളം കുറവുണ്ട്, അത് ഇയാൾ എന്റെ ഒപ്പാണ്. അയാൾക്ക് ഇത്തിരി കറുപ്പുണ്ടായിന് എന്താ? അയാളെ കൽബ് വെളുത്തിട്ടാണ്, അത് പോരെ? ഇപ്പൊക്കെ അറിയോ അയാൾക്കേ ഒരു പെങ്ങളും ഉമ്മയുള്ളത്? എന്ത് പൊന്നു പോലെ നോക്കണ അറിയോ ഓലിനൊക്കെ? ഞാൻ ശരിക്കും അന്വേഷിച്ചു. ഞാൻ എന്റെ കൂട്ടുകാരത്തിലെ മാപ്പിളെ കൊണ്ടും ഈ കാനെ കൊണ്ടൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ടാണ് പറഞ്ഞത്. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. അതിന് ശരിക്കും ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഒരു കല്യാണക്കാര്യത്തിൽ നിൽക്കുകയുള്ളൂ. എന്തായാലും നിങ്ങളൊക്കെ തന്നതൊക്കെ നല്ല പണിയെന്നൊക്കെ അറിയാം. ഇതിന് മുന്നേ ആരും വേറെ വർത്താനം പറയാൻ നിൽക്കണ്ട. എനിക്ക് ഈ ബന്ധം മതി, ഇല്ലെങ്കിൽ കല്യാണം വേണ്ട. എന്താ കാട്ടിക്കോ. അല്ല ഇപ്പൊ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് ഓളെ ജീവിതം നശിച്ചു പോണിച്ചിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഓളെ ഇഷ്ടാതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാനിപ്പോ അതിനെതിരൊന്നും പറയണ്ട. അതെ, അത് അതിന്റെ ഉത്തരവാദിത്തം ഫുള്ള് ഓളായിരിക്കും കേട്ടാ. ഞാനാവില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്താ ചെയ്തോട്ടെ. നിങ്ങള് മൈതൊട്ടിക്കാനെ വിളിച്ച് പറഞ്ഞാളെ.